ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും പാക്ക് ഓപ്പണിംഗ് ഒക്കെ ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വന്നേക്കണേന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, മെയിൻ്റെനൻസ് അവന്മാർ കുറേ നേരം നീട്ടി വെച്ചായിരുന്നു. എന്തൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവന്നതെന്നൊക്കെ നോക്കണം. ഗൈസ്, ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് ഗൈസ്. യൂറോപ്യൻ ക്ലബിൻ്റെ ഒരു ഫ്രീ സ്പിൻ കിട്ടി, സ്പെയിൻ്റെ ഒരു ഫ്രീ സ്പിൻ, അർജൻറ്റീനയുടെ ഒരു ഫ്രീ സ്പിൻ ഗൈസ്. 30 കോയിൻ ഗൈസ്. എന്തോന്നാടാ അത് ഗൈസ്. നമ്മൾ ആ ഇവൻറ്റ് കളിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് കിട്ടിയതാണ് 30 കോയിൻ. ഒരു 100 കോയിനെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ട് അവന്മാർ കൊണ്ടുവന്നേക്കണതാണ് 30 കോയിൻ. ഇത് എന്ത് തേങ്ങയാണ് ഗൈസ് ഇവന്മാർ കാണിക്കണേ, എനിക്കറിയാൻ പാടില്ല ഗൈസ്. പിന്നെ കുറേ ഫ്രീ സ്പിന്നും കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ സ്പെയിൻ കപ്പടിച്ചതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അർജൻറ്റീന കപ്പടിച്ചതിൻ്റെയും നമുക്ക് ഫ്രീ സ്പിൻ ഉണ്ട്. 3 ഫ്രീ സ്പിൻ ഉണ്ട്. 2 ഫ്രീ സ്പിൻ നമ്മൾ കളിച്ചെടുക്കണം ഗൈസ്. പിന്നെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവൻറ്റ് പറയുകയാണെങ്കിൽ കോയിൻ ഇവൻറ്റ് ഇതിനകത്തായിരിക്കും. ഓക്കെ, ഇതിനകത്താണ് 50 കോയിനുണ്ട്. വേറെ കോയിനുണ്ട് ഗൈസ്. ഇത് കോയിനാണ് അല്ല ഗൈസ്, ഇത് കോയിനല്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു 50 ക്ലബ് കോയിൻ്റെ ഇവൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ നേരത്തെ വന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്താണ് നോക്കണ്ടേ ഗൈസ്. ഫ്രീ സ്പിൻ ഇത് കളിച്ച് കഴിഞ്ഞാൽ, ഈ സ്പെയിൻ്റെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഫ്രീ സ്പിൻ കിട്ടും ഗൈസ്. സ്പെയിൻ്റെ പാക്ക് ഇറക്കാനുള്ള 2 ഫ്രീ സ്പിൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അർജൻറ്റീനയുടെ അതുപോലെ തന്നെ 2 ഫ്രീ സ്പിൻ നമുക്ക് കിട്ടും ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി ഇതെന്താണ്, ഇറ്റാലിയൻ ലീഗാ, ചാൻസ് ഡീലാ ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ ഇല്ലേ? ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ നമുക്കില്ല. ഇതൊക്കെ നേരത്തെ വന്നതല്ലേ? ഇതെന്താണ്? ഇതൊന്നുമല്ല ഗൈസ്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ നമുക്കില്ല. ഇറ്റാലിയൻ ലീഗിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്കെന്തായാലും കറക്കി നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് മെയിനായിട്ടും സ്പെയിൻ്റെ അർജൻറ്റീനയുടെ പാക്കൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ പാക്കുകൾ പറയുകയാണെങ്കിൽ ഗൈസ്, ഇതാണ് പാക്ക്. യൂറോപ്യൻ ക്ലബിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പഴയ പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ടാണ് അവന്മാർ പ്ലെയർ ഓഫ് ദി വീക്ക് കൊണ്ടുവന്നേക്കണേ. നമ്മുടെ ബെല്ലിംഗ ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ സ്പെയിൻ്റെ പാക്കാണ്. സ്പെയിൻ്റെ പാക്കിൽ നമ്മുടെ 16 വയസ്സുള്ള ചെക്കൻ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ടാർഗറ്റ് അവനാണ്. 16 വയസ്സുള്ള ചെക്കനാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ് ഗൈസ്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയാനാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ കുറേ ബൂസ്റ്റർ കാർഡ് ഉണ്ട് ഗൈസ്. ഹാലൻഡ് ഉണ്ട്, ബെല്ലിംഗാം ഉണ്ട്, ഒഡേഗാർഡ് ഉണ്ട്, റൈസ് ഉണ്ട്, വാൻഡേക്ക് ഉണ്ട്, പിന്നെ വ്ലാഹോവിക്കൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഈ പ്ലെയർ ഓഫ് ദി വീക്ക് കറക്കണില്ല ഗൈസ്. ഫ്രീ സ്പിൻ ഉണ്ടെങ്കിൽ കറക്കാമെന്ന് വെച്ചാർന്നിരുന്നത്, പക്ഷേ ഫ്രീ സ്പിൻ ഇതിനകത്ത് ഇല്ല ഗൈസ്. ഈ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാക്ക് കറക്കുന്നുമില്ല ഗൈസ്. കാരണം കോയിൻ കൂട്ടുവാണ്. കാരണം നമ്മുടെ 2025 വരാറായി ഗൈസ്. മിക്കവാറും അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ് 2025-ൻ്റെ. അപ്പോൾ അടിപൊളി പാക്കും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കോയിനൊക്കെ സേവ് ചെയ്യാണ്. ഇപ്പം 145 കോയിനുള്ളൂ ഗൈസ് എനിക്ക്. പിന്നെ വന്നേക്കണ ഇറ്റാലിയൻ ലീഗ് എന്ന് പറഞ്ഞാൽ ഈ പാക്കാണ് ഗൈസ്. ഇതിൻ്റെ ഒരു ഫ്രീ സ്പിൻ നമുക്ക് എന്തായാലും കളിച്ചെടുക്കാനുണ്ട് ഗൈസ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ്, പിന്നെ വേറെ എന്താണ് വന്നിട്ടുള്ളത് ഗൈസ്? വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഗൈസ്. ഒബ്ജക്റ്റീവൊക്കെ നേരത്തെ ഒബ്ജക്റ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഗൈസ്, പിന്നെ ഞാൻ കളിച്ച് ഫ്രീ സ്പിന്നെല്ലാം കാര്യങ്ങളൊക്കെ എടുത്തു ഗൈസ്. പിന്നെ ഇതിനകത്തൊരു പ്രോബ്ലം ഗൈസ്, ഈ റീട്രേ അടിക്കുന്ന പ്രോബ്ലമാണ്. ഇതുകൊണ്ടാണ് അവന്മാർ മെയിൻ്റനൻസ് അത്യാവശ്യം നീട്ടി വെച്ചത്. ഈ റീട്രേ അടിച്ചടിച്ച് ഉള്ള ഊപ്പാട് വന്നു ഗൈസ്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ പാട് നമുക്കേ അറിയൂ. അങ്ങനെ നമ്മളെന്തായാലും ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. ടാർഗറ്റിന് കിട്ടുമല്ലോ എന്നറിയില്ല, നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇറ്റാലിയൻ ലീഗിൽ തന്നെ അങ്ങ് തുടങ്ങാം ഗൈസ്. ഇറ്റാലിയൻ ലീഗിൽ എനിക്കങ്ങനെ ടാർഗറ്റ് പറയാനാണെങ്കിൽ ആ ലെഫ്റ്റ് വിങ് പുള്ളീന് അത്യാവശ്യം ടാർഗറ്റാണ്. 101 റേറ്റ് എന്തോ കയറുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഹിയർ വി ഗോ. ഫസ്റ്റ് സ്പിൻ, ഇറ്റാലിയൻ ലീഗിൻ്റെ ഫസ്റ്റ് സ്പിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സ്പിന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ഗൈസ്. കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇത് ആരാണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇറ്റാലിയൻ ലീഗ് 4-ാം നമ്പർ. ഇതാരാണ് ഗൈസ്? എനിക്കറിയില്ല ഗൈസ് ഇതാരാണ്. ഏതൊരു സെൻറ്റർ ബാക്കിനൊക്കെ തന്നിട്ടുണ്ട്.
വേണ്ടായിരുന്നു കൊനാമി, എനിക്ക് ഈ സെൻറ്റർ ബാക്കിനെ വേണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കിടക്കട്ടെ. നമുക്ക് എന്തായാലും ഇനി അടുത്ത പാക്ക് അർജൻറ്റീന പാക്കാണ് ഗൈസ്. ഇപ്പം തന്നെ മെസ്സിയുടെ കാർഡ് 2 എൻ്റെ ഇരിപ്പുണ്ട്, ഫ്രീ തന്ന മെസ്സിയുടെ കാർഡ്. ഇതിനകത്തും ഉണ്ട് മെസ്സി, പക്ഷേ ഈ മെസ്സി ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാക്കും പിന്നെ അതുപോലെ തന്നെ അൽവാരസും ആണ് എൻ്റെ ടാർഗറ്റ്. അൽവാരസ് ഹോൾ പ്ലെയറും പോയിട്ട് ഗോൾ പോച്ചറായിട്ടാണ് വന്നേക്കണേ. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുക്കാം. ഹെർവിഗോ ഫസ്റ്റ് ഫ്രീ സ്പിൻ ടാർഗറ്റിന് കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. ഉള്ളിൽ പച്ച കളറെല്ലാം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഫസ്റ്റ് ഫ്രീ സ്പിൻ നമ്മൾ അർജൻറ്റീനയുടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാരാണിത്? ഓക്കെ ഗൈസ്, അൽവാരസിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റിനെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ അടിച്ചിട്ടുണ്ട്. താങ്ക് യു കൊനാമി, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റിനെ തന്നെയാണ് ഫസ്റ്റ് നമുക്ക് അടിച്ചേക്കുന്നത്. ഇനി 2 ഫ്രീ സ്പിന്നും കൂടിയാണ് ഗൈസ് ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ആ ലെഫ്റ്റ് ബാക്കിന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ തരുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. പിന്നെ മറ്റേ സെൻറ്റർ ബാക്കിന് കിട്ടിയാലും കുഴപ്പമില്ല ഗൈസ്. നമുക്കിത് ആരാണെന്ന് നോക്കാം എന്തായാലും. ഓക്കെ, ഹിയർ വി ഗോ. ഇതാരാണ്? 25 നമ്പർ മാർട്ടിനസ്. ഓ ഗൈസ്, എനിക്ക് കുഴപ്പമില്ല. സെൻറ്റർ ബാക്ക് ഇവൻ്റെ ആരാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് കളിപ്പിച്ച് നോക്കണം. ഓക്കെ, എടാ മെസ്സിനെ തരില്ലടാ, 2 മെസ്സി ആയി ഇപ്പോൾ ഓൾറെഡി. ഈ മെസ്സിനെ കൊണ്ട് ഞാൻ എവിടെ ഇട്ട് കളിപ്പിക്കാനാണ്? ഇതൊന്നാമത്തെ ഡീപ്പ് ലൈൻ ഫോർവേഡും കൂടിയാണ് ഈ മെസ്സി. എർവേഗോ, ഇതാരാണ് ഗൈസ്? ആരാണ്? എടാ 10 നമ്പർ മെസ്സിയോ? എടാ എന്തോന്നാടാ? എടാ 2 മെസ്സി ഓൾറെഡി എൻ്റെ ഇരിപ്പുണ്ടടാ. ഇത് ഡീപ്പ് ലൈൻ ഫോർവേഡ് മെസ്സിയാണ് ഗൈസ്. വീണ്ടും മെസ്സിനെ തന്നേക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും സ്പെയിൻ്റെ പാക്ക് എടുക്കാം ഗൈസ്. സ്പെയിൻ്റെ പാക്കിൽ നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത് നമ്മുടെ യമാലിനെയാണ്. 16 വയസ്സുള്ളൂ ഗൈസ്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പ്ലെയറാണ് ഗൈസ്. എന്തായാലും നമുക്ക് കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. യമാലിനെ തന്നാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. യമാലാണ് എൻ്റെ ടാർഗറ്റ്. യമാലിനെ മതി കൊനാമി എനിക്ക്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്രീ സ്പിൻ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഹിയർ വി ഗോ, ഫസ്റ്റ് ഫ്രീ സ്പിൻ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇതാരാണ് നമുക്ക് നോക്കാം. കൊനാമി പ്ലീസ്, യമാൽ. കൊനാമി പ്ലീസ്, യമാൽ പ്ലീസ്. ഓക്കെ, ഇതാരാണ് ഗൈസ്? 19 നമ്പർ ഈസ് യമാൽ ഗൈസ്. നമുക്ക് എന്താണെന്നറിയില്ല, ടാർഗറ്റിനൊക്കെ ഫസ്റ്റ് ടൈം തന്നെ തരുന്നുണ്ട് കൊനാമി. എന്താണ് പറ്റിയെന്നറിയില്ല ഗൈസ്. നമുക്ക് യമാലിനെ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളെന്തായാലും കളിപ്പിച്ച് നോക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമുക്ക് യമാലിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രീ സ്പിൻ നമുക്ക് എന്തായാലും എടുക്കാം. ഇനി എനിക്ക് ആരെ കിട്ടിയാലും എനിക്ക് ഒരു ഒഴിവില്ല ഗൈസ്, കാരണം യമാലായിരുന്നു എൻ്റെ മെയിൻ ടാർഗറ്റ്. ഓക്കെ, ഇതാരാണ് നമുക്ക് നോക്കാം. ഉള്ളിൽ കളറും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതാരാണ്? ആരാണ് ഗൈസ്? 8 നമ്പർ ഫെർബെയിൻ. ഇത് മറ്റേ ഇവന് ഗൈസ്. ഇവൻ്റെ ഒരു കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബൂസ്റ്റർ കാർഡ് പ്ലെയർ ഓഫ് ദി ഗെയിമെന്ന് കാർഡ് കണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട് ഗൈസ്. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ തന്നെ തന്നേക്കുന്നത്. ഇനി ഒരു ഫ്രീ സ്പിന്നോടി ഉണ്ട്, നമുക്ക് എന്തായാലും അതും കൂടി എടുക്കാം. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഗൈസ്, കാരണം എനിക്ക് അൽവാരസിനെയും കിട്ടി, അതുപോലെ തന്നെ യമാലിനെയും കിട്ടി ഗൈസ്. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇതാരാണിത്? 14 നമ്പർ ലെപ്പോട്രെ, സെൻറ്റർ ബാക്കാണ് ഗൈസ്. കളിപ്പിച്ച് നോക്കാം ഗൈസ്, കളിപ്പിച്ച് നോക്കാം. ഇനി നമുക്ക് കറക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക് പാക്ക് കറക്കാനുണ്ട് ഗൈസ്. അതിനകത്ത് എപ്പിക്ക് അടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കറക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ ഡെൽപിയാരോട് ബാക്ക് വന്നപ്പോൾ കറക്കിയപ്പോൾ ഫസ്റ്റ് ഫ്രീ സ്പിൻ തന്നെ നമുക്കൊരു ഫ്യൂച്ചർ കാർഡിനായിരുന്നു കിട്ടിയത്. ഈ പ്രാവശ്യം നമുക്ക് എപ്പിക്ക് അടിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചുമ്മാ നോക്കിയിട്ട് നമുക്ക് കറക്കി നോക്കാം ഗൈസ്. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, പുതിയതായിട്ട് വന്നൊരു പ്ലെയറാണ് ഗൈസ് ഇവൻ, പ്ലാറ്റിനി. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഹിയർ വി ഗോ, ഫസ്റ്റ് ഫ്രീ സ്പിൻ. ആകെ ഒരു ഫ്രീ സ്പിന്നുള്ളൂ. ഓക്കെ, ഫ്രീ സ്പിൻ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഇല്ല. ബേസ് കാർഡാണ് സ്കിപ്പ് ചെയ്യാം. എടാ ഗൈസ്, ഫ്യൂച്ചർ കാർഡ് വീണ്ടും കിട്ടി ഗൈസ്. ബാർസലോണയുടെ ഒരു സെൻറ്റർ ഫോർവേഡിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ എപ്പിക്ക് തന്നുകൂടായിരുന്നു കൊനാമി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. ബൈ ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.